75 വയസ്സ് കഴിഞ്ഞവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന മോഹൻ ഭഗവത്തിന്റെ പരാമർശം ഏറ്റുപിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സന്ദേശമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അന്തരിച്ച RSS സൈദ്ധാന്തികൻ മോറോപന്ത് പിംഗ്ലയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവന. लेकिन मैं इसका अर्थ जानता हूँ. 75 वर्ष की शाल जब उड़ी जाती है तब उसका अर्थ ये होता है कि अब आपकी आयु हो गई, अब जरा बाजू हमको करने दो. आज अपने मोरोपंत जी के 75 वर्ष पूरे हुए, इसके लिए उनको शाल तो शाल पांगर ली. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഇങ്ങനെ ഒരു പരാമർശം മോദിയെ ലക്ഷ്യമിട്ടാണ് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ എന്താണ് വസ്തുത? എന്ത് വേണം നമ്മൾ വായിച്ചെടുക്കേണ്ടത്? മോഹൻ ഭഗവത് സ്വാഭാവികമായി നടത്തിയ പരാമർശം മാത്രമായിട്ടാണ് RSS ഇപ്പോൾ അതിനെ വിശദീകരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും 75 വയസ്സ് കഴിയുന്നു എന്നുള്ളത് മോഹൻ ഭഗവതിനും 75 വയസ്സ് കഴിയുകയാണ്. ഈ വരാൻ പോകുന്ന സെപ്റ്റംബറിൽ മോഹൻ ഭഗവതിനും 75 വയസ്സ് പൂർത്തിയാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും 75 വയസ്സ് പൂർത്തിയാകും. അപ്പോൾ സ്വാഭാവികമായി 75 വയസ്സ് കഴിഞ്ഞവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത് എന്ന രൂപത്തിൽ RSS അധ്യക്ഷൻ്റെ പ്രസ്താവന വരുമ്പോൾ അതിനെ കോൺഗ്രസ് സ്വാഭാവികമായും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം 2029 മോദി തന്നെയായിരിക്കും BJPയെ നയിക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ നയിക്കുക എന്ന് BJP നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി അമിത്ഷാ അത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ 75 വയസ്സ് കഴിഞ്ഞവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന് RSS നേതാവ് തന്നെ, RSS അധ്യക്ഷൻ തന്നെ അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രസ്താവന നടത്തുന്നത്. അങ്ങനെ പ്രസ്താവന നടത്തുമ്പോൾ കോൺഗ്രസ് അതിനെ വലിയ രൂപത്തിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. മോദിയെയും പരാമർശിക്കുന്നുണ്ട്. മോദിയെ പരോക്ഷമായിട്ടാണ് പരാമർശിക്കുന്നത്. മോദി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കേണ്ട കാലമായി എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞത്. അത് അദ്ദേഹത്തിനും ബാധകമാണ്. അദ്ദേഹം സ്വയം വിരമിക്കാൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും മോദിയും അതിൽ നിന്ന് മോദിയും വിരമിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. അതിന് മറ്റൊരു വശത്തേക്ക് പോയാൽ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ജസ്വന്ത് സിംഗും അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ 75 വയസ്സ് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു എന്നൊരു വാദം കൂടി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് 75 വയസ്സ് കഴിഞ്ഞതുകൊണ്ടാണ്. ആ 75 വയസ്സ് കഴിഞ്ഞവർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം, ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ നരേന്ദ്രമോദിക്കും അത് ബാധകമാണ് എന്ന കാര്യം ശിവസേന നേതാവ് ഉന്നയിക്കുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ജയറാം രമേശ് ഇന്ന് ട്വിറ്ററിൽ അത് പോസ്റ്റ് ചെയ്യുന്നു. പവൻ ഖേര അത് ആവർത്തിച്ച് പറയുന്നു, പ്രധാനമന്ത്രിക്ക് പ്രായമാകുന്നു. RSS പറയുന്നു എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഇപ്പോൾ സ്വാഭാവികമായും ക്ഷീണിതനാണ് എന്ന് RSSന് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഇനി അധികാലം തുടരേണ്ടതില്ല എന്ന് RSS നിർദ്ദേശം നൽകുമ്പോൾ മോദി സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണം, BJPയുടെ നേതൃത്വത്തിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യമാണ് പരോക്ഷമായി RSS മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ RSS മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് BJP പിന്മാറി മോദി പിന്മാറണം എന്നാണ് കോൺഗ്രസും പറയുന്നത്. ഇത് മോദിക്കുള്ള സൂചനയാണ് എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് വലിയ രൂപത്തിൽ ചർച്ചയാവും. കാരണം വരാൻ പോകുന്ന സെപ്റ്റംബറിലാണ് മോദിക്ക് 75 വയസ്സ് പൂർത്തിയാകുന്നത്. ഇനിയും ഈ 2029 വരെ നീളാൻ അധികം വർഷങ്ങളുണ്ട്. ആ വർഷങ്ങളിൽ മോദി തുടരണമോ പുതിയൊരു പ്രധാനമന്ത്രി അധികാരത്തിൽ വരണമോ എന്ന കാര്യം കൂടി ഒരുപക്ഷെ വലിയ രൂപത്തിൽ ചർച്ചയിലേക്ക് വരും. മന്ത്രിസഭാ പുനഃസംഘടന അടക്കം ഈ 75 വയസ്സിൽ ചർച്ചയാകും. കാരണം മുൻപ് അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ജസ്വന്ത് സിംഗിനെയും മാറ്റി നിർത്തിയത്, തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കേണ്ട എന്ന രൂപത്തിൽ മാറ്റി നിർത്തിയത് 75 വയസ്സിൻ്റെ പേരിലായിരുന്നു. അത് നരേന്ദ്രമോദിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൽ നരേന്ദ്രമോദി ഇക്കാര്യം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പിന്മാറേണ്ടി വരും എന്ന കാര്യമാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയമായി എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകും എന്നുറപ്പാണ് ലക്ഷ്മി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്. ആഭ്യന്തര കലഹം രൂക്ഷമായ BJPയിൽ പുതിയ ഭാരവാഹി പ്രഖ്യാപനം ഉടൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് എത്തുന്നതോടെ പട്ടികയിൽ അന്തിമ തീരുമാനമുണ്ടാകും. നേതൃത്വത്തെ വിമർശിക്കുന്നതിനാൽ ഒതുക്കപ്പെടുമെന്ന് വിലയിരുത്തലാണ് V മുരളീധര പക്ഷം.